കരോളില്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? UK കുറച്ച് കരോൾ വിശേഷങ്ങൾ കണ്ടാലോ നമുക്ക്? ഞങ്ങൾ എല്ലാവരും കരോളിന് പോകുന്നതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. അങ്ങനെ പോകുന്നതിന് മുമ്പേ ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പാട്ടൊക്കെ ഒന്ന് പാടി നോക്കി. നമ്മുടെ സാന്ത കണ്ടോ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാണ്. കരോളിന് നമ്മുടെ നാട്ടിലത്തെ വൈബൊക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കരോളിന് പോകാൻ വേണ്ടി റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ കരോള് പുറത്താണെങ്കിൽ UK കരോള് അകത്താണ് നടത്തുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ട് തന്നെയാണ്. ഡിസംബർ മാസം വിന്റർ ടൈമാണ്. അതുകൂടാതെ നല്ല തണുത്ത കാറ്റും മഴയും. ഒരു രക്ഷയില്ല കേട്ടോ. പുറത്ത് നമുക്ക് ഒട്ടും നിൽക്കാനേ പറ്റില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ കരോളിലിറങ്ങിയ ദിവസങ്ങളിൽ നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ അങ്ങനെ കാർ എടുത്താണ് ഓരോ വീടുകളിലും കരോളിന് പോയത്. അങ്ങനെ അതാ നമ്മൾ ആദ്യത്തെ വീട്ടിലെത്തി, കരോളൊക്കെ നടത്തി. ഓരോ വീട്ടിലെയും ഡെക്കറേഷൻസ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഓരോ വീട്ടിൽ ചെന്നപ്പോഴും അവരെത്ര ഭംഗിയായിട്ടാണെന്നറിയോ ക്രിസ്മസിനുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്മസ് വന്ന 2 ആഴ്ച മുമ്പൊക്കെ നമ്മൾ പുൽക്കൂടിനുള്ള സെറ്റിങ്സും തെനപ്പാവലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ? ഇവിടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ പുൽക്കൂടിനേക്കാളും ഇവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്രിസ്മസ് ട്രീക്കാണ്. ഓരോ വീടുകളിലുമുള്ള ക്രിസ്മസ് ട്രീ കാണാൻ അത്രയ്ക്കും ഭംഗിയായിരുന്നു കേട്ടോ. അതുപോലെ വേറുള്ള ഒരു കാര്യമാണ് എല്ലാ വീടുകളുടെയും പുറത്ത് ചെയ്തിരിക്കുന്ന ലൈറ്റ് അറേഞ്ച്മെന്റ്സ്. ഓരോ വീട്ടിലും പല പല രീതിയിലുള്ള പല കളറിലുള്ള ലൈറ്റ്സ് അറേഞ്ച്മെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ കരോളിന്റെ വൈബൊന്നും UK നമുക്ക് കിട്ടില്ല കേട്ടോ. എന്തൊക്കെ തന്നെ ആയാലും വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ വിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞങ്ങൾ അങ്ങനെ അടുത്ത വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളി ഒരു പുൽക്കൂട് കണ്ടുട്ടോ. നല്ല വെറൈറ്റി പുൽക്കൂടല്ലേ ഇത്. പിന്നെ വേറെ നല്ലൊരു സ്റ്റാർ അവിടെ കണ്ടുട്ടോ. ശരിക്കും അത് കണ്ടപ്പോൾ നാട്ടിലെ ഒരു നൊസ്റ്റൊക്കെയാണ് ഒന്ന് ഫീൽ ചെയ്തത്. ഞങ്ങൾ 2 ദിവസങ്ങളായിട്ടാണ് കരോൾ ഇവിടെ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ 2 ദിവസത്തെയും സാന്താക്ലോസ് 2 പേരായിരുന്നു. ആദ്യത്തെ സാന്ത ഡാൻസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ സാന്ത കുട്ടികളെ കയ്യിലെടുക്കാനായിരുന്നു ഇൻട്രസ്റ്റ്. പിന്നെ ഞങ്ങൾ വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ പുൽക്കൂടും ഉണ്ണീശോയൊക്കെ ഇരിക്കുന്നു. ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെന്നാണ്. സാന്താക്ലോസിന്റെ കയ്യിൽ കുറേ മിഠായിയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും സാന്താക്ലോസ് അവിടുത്തെ കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് കൊടുത്തു. അതുപോലെ ആ വീട്ടുകാരും ഞങ്ങളെ നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തത് കേട്ടോ. അവരും ഒരുപാട് സ്നാക്സും ചോക്ലേറ്റ്സും കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നാട്ടിൽ നല്ല കിടിലൻ പ്ലം കേക്കും കിട്ടി. അതും കഴിച്ചപ്പോൾ നല്ല സന്തോഷമായി. അങ്ങനെ നമ്മളോട് വിട പറയാനായി കാത്തു നിൽക്കുന്ന 2024 മനോഹരമായ ഓർമ്മകളിൽ ഒരു പൊൻതൂവൽ കൂടി സമ്മാനിച്ച് ഞങ്ങളുടെ ക്രിസ്മസ് കരോളിൻ്റെ വിശേഷങ്ങൾ ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ കരോളിന് പാടിയ കുറച്ച് ഗാനങ്ങൾ ഇതാ നിങ്ങൾക്കായി ഇവിടെ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ ബൈ. കണ്ണും കാ
wish you a Merry Christmas. We wish you a Merry